നമസ്കാരം. റസിയ പള്ളിപ്പുറം എങ്ങനെയാണ് ശരിക്കും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്? എല്ലാവരും ചെറിയ കുട്ടികളെ പോലെയാണ് സംഭവം. ഞാനിങ്ങനെ ഓരോരോ വീഡിയോ ഇങ്ങനെ എടുക്കും. നമ്മളെ മൊബൈലിലൊക്കെ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ എന്താ കിട്ടും അത് നമ്മളെ സ്റ്റാറ്റസിലിടും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഓൺ വോയിസിൽ ചെയ്യുമ്പോഴാണ് കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത്. പിന്നെ ഞാൻ അങ്ങനെ ചെയ്യൽ തുടങ്ങി. കോമഡിയാണ് അധികം എന്റെ ഓടുന്നത്. അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ കാണാറുണ്ട്. എന്താണ് റസിയ, എങ്ങനെയായിരുന്നു സപ്പോർട്ടൊക്കെ? സാർ അത് ഞാനൊരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നാണ് വന്നത്. ഇപ്പൊ എല്ലാരും എന്നെ സപ്പോർട്ടാണ്. റസിയെ പല ചാനലുകളിലും നിലവിൽ കാണുന്നുണ്ട്. ലാലയുടെ കൂടെ കാണുന്നില്ലേ? നമ്മളെ ബാവാക്കുണ്ടല്ലോ, ഉസ്താദ് ബാവ, മൂപ്പരാണ് മെയിൻ ആയിട്ട് ഇന്നതിലേക്ക് കൊണ്ടുവന്നൊക്കെ. എങ്ങനെയാണ് ആദ്യമായിട്ട് ഇത്തരം ഒരു വെബ് സീരീസിൽ എങ്ങനെയാണ് അഭിനയിക്കുന്നത്? അത് എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഓരോ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു. ആരാണ് മലബാർ ചങ്സ് ബാവാക്ക. ഒരു എയർ ബെൻഡ് എപ്പോഴും കാണാറുണ്ട്. നിങ്ങളൊരു